എംപവർമെന്റ് ഒക്കെ അത്യാവശ്യത്തിനായി. അതെ, വല്ലാത്ത ടൈമിംഗ് ആയിപ്പോയി അത്. തേക്കപ്പെട്ട സുന്ദരി നമുക്ക് നോർത്തില്. ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഐ എം സെൽഫ് മെയ്ഡ്. സോ ഡോണ്ട് കം ടു മീ വിത്ത് ദിസ് മാരേജ് bullshit ആണോ. ഐ എം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഫ്രം എനിബഡി, സോറി. ട്രോള് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അതുപോലും എനിക്ക് ടാർഗറ്റഡ് ആയി പെയ്ഡ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. വിൻസിയും ഷൈനും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് സി ദാറ്റ് ഇസ് റെസൊല്യൂഷൻ. WCC ഉള്ള പെണ്ണുങ്ങളുടെ കൂടെ സിനിമ ചെയ്യില്ല, സ്ത്രീകളുടെ കൂടെ സിനിമ ചെയ്യില്ല എന്ന് വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. ഇത് കുലസ്ത്രീ, ഞാൻ ആ വാക്ക് പറയണോ? പിന്നെ എന്നെ കെട്ടി തൂക്കിയിട്ടിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് ചാടി കയറിയിട്ടുണ്ട്. ഐ ലവ് ശ്വേത. ഷീസ് വൺ മാഡ് വുമൻ, യു നോ. Hi Rima. Yes, so Rima അടുത്ത പടം is ready for release. What can you tell us about it? Okay. ഒരു വൺ ലൈൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് is these two characters, ഒരു അമ്മയും മകളും ഒരു ഐലൻഡിൽ ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ നിന്ന് സംതിങ് happens in their life that makes them go viral on the internet, and their stories reach every corner of the world. So ആ ഒരു ഐസൊലേഷനിൽ നിന്നുള്ള ആ ഒരു ലൈക്ക് യുനോ ഒരു പോസ്റ്റ് ട്രൂത്ത് എറയിൽ ഒരു സംഭവത്തിനെ ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ എന്തൊക്കെ പെർസ്പെക്റ്റീവ്സിലാണ് കാണുന്നത്, എന്തൊക്കെ ഡിസ്കഷൻസ് ആണ് അതിൻ്റെ പുറത്തുണ്ടാവുന്നത്, ഹൗ പീപ്പിൾ സീ ഇറ്റ് ആൻഡ് ഹൗ ഇറ്റ് സ്പ്രെഡ്സ് എന്നുള്ളതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടല്ല, വി ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, യു നോ, ഫ്രം മേ ബി എ ബേർഡ്സ് ഐ വ്യൂ ടു കൈൻഡ് ഓഫ് നോട്ട് ടു സ്റ്റാർട്ട് എ ഡിസ്കഷൻ, മേ ബി നോട്ട് ടു ഫോം എനി പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്സ് എന്നുള്ളൊരു സ്പേസിൽ ആണ് ഒരു വൺ ലൈൻ ഓഫ് ദ ഫിലിം. യാ, then you what more would you want to know? Why did you want to do it? What made you? That most definitely was to do with my character, like, you know, and somehow it is linked to what I've gone through in life with respect to the social media space. Like, you know, like I think most of us have lived when there was no social media, and now that, you know, it's all prevalent. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഇന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും നിൽക്കുന്നതും ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നടുക്ക് കുറേ കാലം നിന്നിട്ടുള്ളതും എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഐ വാണ്ടഡ് ടു കൈൻഡ് ഓഫ് സീ ഹൗ ഇറ്റ് വുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ എ സിനിമ മീഡിയം. നമ്മളത് കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിത് കാണിക്കാൻ പറ്റുക, ആൻഡ് ക്യാൻ ദ ഗ്രാവിറ്റാസ് ഓഫ് ദിസ് ഹോൾ സിറ്റുവേഷൻ ദാറ്റ് വി ആർ ഇൻ റൈറ്റ് നൗ, ആൻഡ് ഹൗ അബ്സേർഡ് ദ ഹോൾ റിയാലിറ്റി എന്ന് പറയുന്നതിന് ഒരു ആ ഡെഫിനീഷനും അതിൻ്റെ ബൗണ്ടറീസും ഒക്കെ ഭയങ്കര ബ്ലേർഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഐ തോട്ട് ഇറ്റ് ഹാഡ് I felt this kind of resonated with that reality that we are living in, or rather the myth of that reality, which is the tagline of the film. സ്വന്തം ലൈഫിൽ ഒരു ചാപ്റ്റർ എന്ന് തോന്നിയോ റിമിക്ക്? നോട്ട് ഇതിൽ കുറച്ചും കൂടി ഒരു ഗ്രേവ് സിറ്റുവേഷൻ ആണ്. At least that warrants, like, if it's a grave situation and there are so many perspectives on that, I understand. I mean, I think in my life a lot of things didn't warrant the kind of attention it got, and I was like, what's happening? But that is social media for you, right? It has a very voyeuristic side to it, and everybody has opinions, and considering social media is the democratic space that it is, അതാണല്ലോ അതിൻ്റെ ബ്യൂട്ടിയും, അതാണല്ലോ ദാറ്റ് എനിബഡി ക്യാൻ സേ എനിത്തിങ്, ആൻഡ് വി ആർ സ്റ്റിൽ ഡിഫൈനിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദ കോഡ്സ് ഓഫ് കണ്ടക്ട്. ആ സ്പേസ് ഇപ്പോഴും അൺഡിഫൈൻഡ് ആണല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലൈഫിലൊരു ഇതിൽ എന്നല്ലെങ്കിൽ പോലും ഐ ഹവ് ബീൻ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് കെയോസ് quite a few times, and
there are good sides, bad sides. But at the end of the day, I think the social media is a very powerful medium. And I really respect what has come out of it also in today's world. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ yes, it's an interesting space to live in, not bad. Still figuring it out though. I think we all are. Yeah. I mean, we look up to you for certain things that you've stood up for. So I'm pretty sure that most women who are now looking forward to your movie also have one question on their mind. And that is, how did you choose, or how did you work with Sajan Babu? Like, what would you... Yeah, I know. First and foremost, I would say that I'm selfish. I needed this movie. I think in between all the fights that I'm fighting, I also need work as an artist. That was my primary reason. No two ways about it. The second, reason was the fact that Sajan happens to be the only person in this whole Me Too journey who actually accepted that what he did was wrong, and he apologized. If we are looking at a solution, or if we are trying to move ahead in this whole Me Too situation that we have, not just in the industry, just generally I'm saying, നമ്മൾ ഈ കൺസെൻറ്റ് എന്താണെന്നുള്ളതും വർക്ക് സ്പേസ് എന്താണെന്നുള്ളതും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഐ തിങ്ക് ആക്സെപ്റ്റൻസ് ഫ്രം ദ പെർപെട്രേറ്റേഴ്സ് ദാറ്റ് okay, there's something wrong here എന്നുള്ളത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. They've all countersued or said nothing has happened, completely invalidated the experience of the survivors. ആ ഒരു സ്പേസിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് somebody came forward and was like, okay, sorry, what I did was wrong. പക്ഷെ I am nobody to forgive him. അതും കൂടെ ഞാനിവിടെ I have to add, because I was not the one who was affected. I think the survivors have the final say in that. But I'm just saying that in the larger scheme of things, I think this is a step ahead. That is just a step ahead in the space. But primarily it's because I'm selfish. നേരത്തെ അറിയായിരുന്നു, or like... I knew. And we have spoken about it. I've spoken about it to him. And അതിന് മുന്നേ തന്നെ he had apologized. And ന്യൂസ് മിനിറ്റ് ആണ് അത് കവർ ചെയ്തത്. സോ എനിക്ക് ആ സൈഡ്, എനിക്ക് എൻ്റെ ഫുൾ സൈഡ് എനിക്കറിയാം. ആൻഡ് what else? If the survivors wanted to file a case, they would have done that. But they wanted an apology, and that is something that he gave in another. Is not the end all of the problem, but again, I'm selfish. അപ്പോളജൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ റിമ അഭിനയിക്കുമായിരുന്നു ഈ സിനിമയിൽ? Then it would have been very, very different, I guess. അതൊരു വേറെ, ഇപ്പോൾ I know that somebody has done something and it's out in the open. But I know 1,000 stories that is not out in the open. ഞാൻ അവരെല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാതിരിക്കാതെ പറയണത് റൈറ്റ് നൗ അതിനൊരു പോസിബിലിറ്റി പോലുമില്ല. I know so many stories. What do I do? I can't create my own industry at this point of time. I have to figure out work and I have to move forward. അതെ, നല്ല മനുഷ്യരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതായത് എനിക്ക് പറയാൻ പറ്റില്ല. I don't think I'm in that kind of a powerful privileged situation as of now. I think I'm one of the marginalized, or the ones that are being isolated and singled out. ആ സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നാളെ ഇപ്പോൾ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും, or if I'm producing a film, I can definitely say that, okay, I don't want to work with this person. I can find another person to replace him easily. But as an actor, I think we are completely powerless. As a female actor, I'm non-existent. So yeah. But I do understand that I had a certain responsibility. അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. And I'm guilty. And again, I'm selfish. I really need work. And yes. ഇപ്പോൾ റിമ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ യൂഷ്വലി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് പീപ്പിൾ ലുക്ക് അപ്പ് ടു യു. അങ്ങനത്തെ സമയത്ത് അതേപോലെ തന്നെ പുറത്ത് ഒരു വിഷ്യസ് അറ്റാക്കിനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. സോ വെരി യു കൺസേൺഡ് അബൌട്ട് ദാറ്റ്? അതിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ തീരുമാനം എടുക്കുക?
ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഞങ്ങൾ മാത്രമാണല്ലോ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. വേറെ ആർക്കും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. അതായത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ബാക്കി എല്ലാവർക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഞങ്ങൾ മാത്രമല്ലേ ആൻസറബിൾ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ മാത്രമേ സ്കാനറിലുള്ളൂ. ഞങ്ങൾക്ക് മാത്രമേ പ്രശ്നങ്ങൾ, അതായത് ഞങ്ങൾ എന്തോ ഉണ്ടാക്കി പറയുന്നതാണല്ലോ ഇതൊക്കെ. ഇറ്റ് ഓൾ കംസ് ബാക്ക് ടു അസ്. അപ്പോൾ അത്രയും വലിയൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. When I live in an utopian world where everybody is speaking up, everybody is making this decision, there I will put my part in. ഇത് എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദാറ്റ് ഐ തിങ്ക് ഐ ഹാവ് ഡൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഇതൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണോ, ഒരു ലെസൺ ലേൺഡ് ആണോ? അത് ഒരു 2020 റിമ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഇത് ഇപ്പം ഈ പറഞ്ഞതിൽ കുറച്ചൊരു പ്രാഗ്മാറ്റിസം കൂടിയുണ്ട്. ഐ നീഡ് വർക്ക് എന്നുള്ള റിയലൈസേഷൻ. അത് റിയാലിറ്റിയാണ്. ഭയങ്കരമായ പ്രാഗ്മാറ്റിസം ഒന്നുമില്ല. ഇറ്റ്സ് വെരി ബേസിക്. ഇറ്റ് ഈസ് ജസ്റ്റ് വർക്ക് ആൻഡ് ഇറ്റ്സ് ഐ എം ലുക്കിംഗ് അറ്റ് എൻ ഇൻഡസ്ട്രി വെർ ഐ നോ സോ മെനി പീപ്പിൾ who have so many charges. ഇപ്പോൾ അലൻഷറിന് അഗൻസ്റ്റ് ചാർജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സോ ഒരു ഹോൾ മെഷീനറി ഇങ്ങനെ തന്നെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട്. Very difficult to be like your activist and an artist. Take it together. No, I think it's actually very, very connected. I think it is because I'm an artist and it is because we are creating another new space that we have to go through all these challenges. എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Or I would have just stuck to everything and just lived my life and like you know like അങ്ങനത്തെ ഒരു സ്പേസിലല്ല നമ്മൾ. It's always about new creation, changes, challenges, moving forward. അതാണല്ലോ നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയൊരു സ്പേസ് ആസ് ക്രിയേറ്റേഴ്സ്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് വി ആർ ലെഫ്റ്റ് വിത്ത് നത്തിങ് എൽസ്. പക്ഷേ we exist in this space, in this void where you know this is the norms now. We have to work with that as well. അല്ലെങ്കിൽ it's very easy for them to sideline us and we are nowhere and we are powerless. We don't have a stage anymore. We don't have a platform anymore to speak. I don't want to be there as well. So the last few years അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ വളരെ പ്രോമിനന്റ് ആയി നിന്നിരുന്ന ഒരു ആക്ട്രസിൽ നിന്ന് ഇതുപോലെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു അവസ്ഥയിലുണ്ട്. So how did you deal with that phase and how did you like try to create your own space? Yeah, so I was just very, very lucky to have Mamangam. എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു where only I have to decide what needs to be done. Like പക്ഷെ അങ്ങനെയല്ല. ദി ഇൻഡസ്ട്രി ഫങ്ഷൻസ് വെരി ഡിഫറെൻ്റ്ലി റൈറ്റ്. പക്ഷെ മാമാങ്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ഐ എം വെരി, വെരി ലക്കി ടു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ എ ടീം who have been with me for 10-12 years and I think they really held me together. I always maintain that people you know the relationships I've made have always held me together and ഈ കേസിൽ ഈ ടീം എൻ്റെ കൂടെ 12 years ആയി. ഇവർ ഓൾമോസ്റ്റ് 10 to 12 years ആയിട്ടുള്ള ആൾക്കാരാണ് മിക്ക ആളുകളും. I think especially after COVID when we were all like എല്ലാവരും entertainment industry was hit so badly at that time. No shows, nothing was happening. Appa we came together and we did this production called Netha and I think ഞാനത് ഇങ്ങനെ ലൈക്ക് യുനോ നമ്മളിങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു പോയിന്റിൽ ലൈക്ക് യുനോ ഡാം ലൈക്ക് യുനോ നമ്മൾ വി സ്റ്റാർട്ട് ഫ്ലോയിങ് അഗൈൻ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ക്രിയേറ്റീവ് റിലീസായിരുന്നു എനിക്ക് നെയ്ത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ സ്റ്റേജ് ചെയ്യാൻ കിട്ടിയ അവസരം. അതിൽ ഞങ്ങൾ ഫ്രം സ്ക്രാച്ച് എല്ലാ രീതിയിലും everything we made from scratch because it's a contemporary language which we have drawn from classical and folk. പക്ഷേ we have created every single step that we have used in that choreography. It's not like, you know, it's not like classical dance which already has an idiom where like, you know, mudragal in means this. അങ്ങനെ ഒന്നുമില്ലല്ലോ. It's very theatrical, it's very physical theatre. അപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും ലൈറ്റിങ്ങിലും ഒക്കെ ലൈക്ക് യു നോ ഇറ്റ് വാസ് സച്ച് എ റിലീസ് ഇറ്റ് വാസ്. അപ്പോൾ അതെൻ്റെ ഭാഗ്യമാണ്, എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ എത്ര പേർക്ക് അത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ആൻഡ്
I know a lot of us have gone through severe lows and like depressive stages, and but I think that is generally the case with artists. I think we are all very insecure because of the instability that comes with the kind of industry and workspace that we deal with. Yeah, but this was very, like, you know, because we were all working, you know, at that time. Suddenly, like, there are no scripts, there are nobody approaching you. There's, like, you know, people would നമ്മളെ കാണുമ്പോൾ മാറി നടക്കുക അങ്ങനത്തെ, like, you know, from the community and fraternity that you belong to, that was quite hard for some time. അത് എന്താ റീസൺസ് എന്തായിരുന്നു റിമ? ലൈക്ക് റിമയുടെ മാരേജിന് ശേഷമാണ് WCC കൂടിയാണോ റീസൺ? ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. I know producers who say WCC ഉള്ള പെണ്ണുങ്ങളുടെ കൂടെ സിനിമ ചെയ്യില്ല, സ്ത്രീകളുടെ കൂടെ സിനിമ ചെയ്യില്ല എന്ന് വളരെ ബ്ലേറ്റന്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞ് ഡയറക്ടേഴ്സ് എല്ലാം സെറ്റായി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇഫ് യു ചേഞ്ച് ഹെർ വിൽ ഡു ദ ഫിലിം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. So that happens. That's very, very, very common. So we were actually trying to bring a change. Yes. ആ ചേഞ്ച് സംഭവിച്ച ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. You ask any new girl who has come into the industry, they know what their rights are. We have designed a whole booklet saying where they need to go, what, like, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രശ്നമാണെന്ന് പോലും അറിയില്ലായിരുന്നില്ല, because it was normalized to that level. We didn't even know that we had to call somebody out. Like, ഈ ഡബിൾ മീനിങ് ജോക്സ് നമ്മുടെ ചുറ്റും എപ്പോഴും കേൾക്കും. We feel very awkward. We know we are being targeted. പക്ഷെ നമുക്കിതിനെ, ബിക്കോസ് ഇത് തമാശയിൽ പൊതിഞ്ഞിട്ടായതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്, ഇത് നേരിടേണ്ടതുണ്ടോ, അത് ഞങ്ങൾക്ക് പറ്റുമോ, ക്യാൻ വി, ഇത് നമുക്കിതിങ്ങനെ ഇതാരെങ്കിലും സംസാരിച്ച് തുടങ്ങണമല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ. Today, I'm 100% sure women are so much more aware of their rights. Like, aware that, you know, okay, this is wrong. This can be called out. There is like, somebody can at least pick up their phone and call me. ബാക്കിയുള്ളതൊക്കെ പോട്ടെ. ലൈക്ക്, യുനോ, ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഷീ മൈറ്റ് നോ സംതിങ്. എനിക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൂ തോട്ട് ലൈക്ക് മീ. മനസ്സിലായോ? ഐ തിങ്ക് ദാറ്റ് ഇസ് സോ വെരി, എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. I would have loved to have that person when I was in a situation like that. I wish I could have picked up a phone and called somebody. എനിക്ക് ഇൻഡസ്ട്രിയിൽ ആരും അറിയില്ലല്ലോ. ഞാൻ വരുമ്പോൾ എൻ്റെ ഫാമിലിയിൽ പോലും ആരുമില്ല ഈ ഇൻഡസ്ട്രിന്നോ അങ്ങനെ ഒന്നും. ലൈക്ക് ഐ ഡോണ്ട് നോ എനിബഡി ഹിയർ. എനിക്ക് കൊച്ചി തന്നെ പുതിയതായിരുന്നു, ഞാൻ ബാംഗ്ലൂരിനാണ് വരുന്നത്. എനിക്കിവിടെ ആരും അറിയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഫസ്റ്റ് വരുമ്പോൾ കൊച്ചിയിൽ. ഐ ഡോണ്ട് നോ എനിബഡി. ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഹോട്ടൽ റൂമിൽ വരും, ഹോട്ടൽ റൂമിൽ തന്നെ, ലൈക്ക്, ഐ ഡോണ്ട് നോ എനിബഡി ടു ഇവൻ സോഷ്യലൈസ്. അപ്പം നമ്മൾ അത്രയും അങ്ങനെയാണ് നമ്മൾ വരുന്നത് ഈ ഇൻഡസ്ട്രിയിലേക്ക്. So you know, I would have loved to have that one person who I could call and like share my issues, or like, you know, ഇതെന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചേഞ്ചെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. WCC അങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ അവയർനെസ് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ചിന്താഗതികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രശ്നക്കാരികളെ സിനിമയിലേക്ക് വിളിക്കണ്ട, അതല്ലെങ്കിൽ ഇപ്പം അവർക്ക് അങ്ങനെ ഫെസിലിറ്റീസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു ചിന്താഗതി ഇപ്പോഴും. അത് ഞങ്ങളോട് മാത്രമേ പറ്റുള്ളൂ. ഇനിയുള്ള ജനറേഷൻ എല്ലാവരും ഒരേപോലെ ആവുമല്ലോ. ഇതിലിപ്പം ഞങ്ങൾ മാത്രമല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്നാൽ പോലും ഞങ്ങളെപ്പോലും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കേരളം ആയതുകൊണ്ട്. പറ്റുന്നില്ലോ. ഇവിടെ ഇരുന്ന് ഞാൻ ഇത്രയും പേരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലോ ഇപ്പോഴും. അതുണ്ടല്ലോ. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയിൽ എല്ലാവരും ഇതുപോലെയായിരിക്കും. എവ്രിബഡി ഈസ് അവെയർ ആൻഡ് എവ്രിബഡി വിൽ ടോക്ക്. ഐ തിങ്ക് ഐ ആം നോട്ട് സെയിങ് ഇറ്റ് വിൽ ബി ബിൽറ്റ് ഇൻ എ ഡേ ടോ. ഐ എം സെയിങ് ഇറ്റ് വിൽ ബി ഗ്രാജുവൽ, ബട്ട് ഇറ്റ് വിൽ ഷോർലി ഹാപ്പൻ ആൻഡ് വി വിൽ സീ ഇറ്റ്. മരിക്കണ പോലെ കാണും ഞാനത്. വി വിൽ സീ ഇറ്റ്. It is happening. I can see it. Like Arundhati says, on a quiet day.
I can hear it breathe. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Yes. ഋതു ഭയങ്കര നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ അതിന് വേണ്ടത്ര ഒരു എനിക്ക് ആ ഒരു സമയത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പക്ഷെ അതിന് വേണ്ടത്ര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല. ഋതു എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് റീമയുടെ ലൈഫിൽ എന്താണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? അയ്യോ, എവറിത്തിങ് ഫ്രം ദ ഡയറക്ടർ ശ്യാം സർ തൊട്ടിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ, അതിനു മുന്നേ ഞാൻ സ്റ്റേജസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ദ വേ ഹി ഹാൻഡ് ഹെൽഡ് അസ് ഇസ് സോ പ്രഷ്യസ്. അതും കൂടി കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് പിന്നീട് നമുക്ക് നല്ലത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പൊട്ട എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഫിഷ് ഫ്രൈ തരാതിരിക്കുമ്പോൾ എനിക്ക് ഫിഷ് ഫ്രൈ വേണമെന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എനിക്ക് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഇതിനെന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നണമെങ്കിൽ എന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. ആൻഡ് ഐ ക്യാൻ ആസ്ക്. അതുപോലെ തന്നെയാണ് ഇതും. ശ്യാം സാർ വരുമ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിലിമിൽ എല്ലാവരും ന്യൂ കമേഴ്സാണ്. ഒരാൾ പോലും മുന്നേ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. ഓക്കെ, വൺ ഇസ് ദാറ്റ്. ദെൻ ഹീ കോൾഡ് അസ്. ഞങ്ങൾക്കൊരു 1 week ഹീ ഗേവ് അസ് തിയേറ്റർ ട്രെയിനിങ്. മുരളി സാറായിരുന്നു. ഹീ കോൾഡ് ശ്യാംദത്ത്, ദ സിനിമാറ്റോഗ്രാഫർ കെയിം. ഹീ ലിവ്ഡ് വിത്ത് അസ്. ലൈക്ക് ഞങ്ങളെല്ലാവരും ഹോട്ടൽസിലല്ല, ഞങ്ങൾ ഫ്ലാറ്റ്സിൽ എല്ലാവർക്കും ഓരോ റൂം, അങ്ങനെയാണ് ഫ്ലാറ്റ്സിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഭയങ്കര ഡെമോക്രാറ്റിക് ആയിരുന്നു. ശ്യാംദത്ത് വന്നിട്ട് ക്യാമറ, ഹൗ യു ഗിവ് ഫോക്കസ്, എങ്ങനെയാണ് ലൈക്ക് വാട്ട് ഇസ് എ ഫ്രെയിം, വാട്ട് ഇസ് എ ലൈക്ക് ഈ ലെൻസിങ് എങ്ങനെയാണ്. സോ മച്ച് ലേണിംഗ് and so much breaking down of the process that it didn't feel alien to us. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിന് ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രോ ലെവലിലാണ് നിൽക്കുന്നത് അവിടെ. വിർ ഓൾ ലൈക്ക് ബിക്കോസ് നമ്മൾ ടെസ്റ്റ് ഷൂട്ട്സ് ചെയ്തു, ലുക്ക് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഹി ആസ്ക്ഡ് മീ ഇഫ് വർഷ ഇസ് ദിസ് IT professional who might have come down from Bangalore എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിന്നാണ് വരുന്നത്. So he saw my dressing and he's like, can you use your own clothes in the movie? So most of the stuff I've worn in that movie is mine. അപ്പോൾ it feels ലൈക്ക് നമ്മൾ ഭയങ്കര കംഫർട്ടബിളായി മൊത്തത്തിൽ. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാനിങ്ങനെ സിനിമയ്ക്ക് പൂജയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമ പൂജ. അപ്പം ഞങ്ങൾ പൂജയ്ക്ക് പോകണം. അപ്പോൾ സാർ പറഞ്ഞു പൂജയൊന്നുമില്ല, കം ഹോം, വിൽ ഹാവ് എ പാർട്ടി. സോ ഞങ്ങളുടെ ഫിലിം പൂജ വാസ് എ പാർട്ടി ആക്ച്വലി. ഹി കോൾഡ് ഓൾ ഓഫ് അസ്. ഐ സ്റ്റിൽ റിമെമ്പർ. ഇറ്റ് വാസ് സോ നൈസ്. പിന്നെ അതുപോലെ ദർ വാസ് ദിസ് there is this intimate scene in the movie. Climax node adutha me and Nishan in the car, we have this intimate moment. So we shooting that. Appa sir ingana car kodannittu ingana full black flag okke vechu ingana cover cheyittund. So then he called me and he's like, me the focus puller and the cinematographer maatre undavullu when we shoot. I'm like, okay. And in a car and he's like, would you like a drink? I'm like, I wouldn't mind. But like that, he was so he walked along with us in the whole process and the journey. So we are thinking, okay, this is what cinema is. Okay, like അത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഞങ്ങളിപ്പോൾ എനിക്ക് സീൻ ഇല്ലെങ്കിലും ഞാൻ സാർ എൻ്റെ അടുത്ത് he'll ask us to sit, watch the frame, like മറ്റേ സ്ക്രീനിൽ നോക്കിയിട്ട് മോണിറ്ററിൽ നോക്കിയിട്ട് he will say, so this is the scene, how would you choreograph this? You're a choreographer, right? Like how would you? So he really initiated this love for the medium. I will be eternally grateful to him because ഇന്നും ഞാൻ സിനിമയെ കാണുന്നതും സ്നേഹിക്കുന്നതും സാർ പറഞ്ഞു തന്ന ആ വാക്ക് വേസിലൂടെ നടന്നിട്ടാണ്. എനിക്ക് അതുകൊണ്ട് ഋതു was life changing for me, and we were all paid, by the way. We were all newcomers. We were all paid. Everybody was paid. Because newcomers, I don't even think anybody will ask. We also didn't ask. But we were all paid and ഭയങ്കര രസമായിരുന്നു. എനിക്കത് ലൈഫ് ചേഞ്ചിങ് ഫോർ മീ. WCC പോലൊരു ഗ്രൂപ്പ് റീമ കലിംഗ് എന്ന ആർട്ടിസ്റ്റിൻ്റെയും ഇൻഡിവിജ്വലിൻ്റെ ലൈഫിലുണ്ടാക്കിയ ഒരു ചേഞ്ച് എത്രമാത്രമാണ്? മോർ ദാൻ ആസ് എൻ ആർട്ടിസ്റ്റ്, ഐ തിങ്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് ദ കൈൻഡ് ഓഫ് മാഡ് റെസ്പെക്റ്റ്
I have for those women. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സജിത മഠത്തിൽ, ആശ അച്ചി ജോസഫ്, ബീന പോൾ, ഗീതു മോഹൻദാസ്, ദീനി ദാമോദരൻ. Like I am so Anjali Menon, പാർവതി, അർച്ചന പദ്മിനി, ദിവ്യ ഗോപിനാഥ്, ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. I know I'm standing on their shoulders. I am so grateful for their presence in my life. Because നമുക്കിതിനെക്കുറിച്ച് നമുക്കിത് വോക്കലാവാനും വെർബലൈസ് ചെയ്യാനും ഒക്കെ ഒരു ലാംഗ്വേജ് കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങളൊന്നും. അത് ഞങ്ങൾക്ക് തരുന്നത് ഇവരാണ്. ഇവർ നമ്മുടെ മുമ്പേ നടന്ന് അവരനുഭവിച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് അവർ പകർന്നു തന്നിട്ടുള്ളത്. ഐ cannot tell you how valuable it is for me as a woman and as a human being. As an artist, അതിനി വരും. എൻ്റെ വർക്കിലെല്ലാം അത് വരുന്ന എനിക്ക് ഉറപ്പാണ്. It has to happen here to happen there. So and that, like I said, no, that feeling of fraternity, that feeling that, you know, we can call somebody, we are together in this, we will find a way, there is hope, there is light at the end of the tunnel, it's fine. That is so important, that belonging, and that they gave me. ഇപ്പൊ പുതിയൊരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു, അതറിയാതെ സംഭവിച്ചു പോയതാ എൻ്റെ പൊന്നു. എന്തായിരുന്നു അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? അല്ല, നമ്മളൊരു പുതിയ സ്പേസ് എന്നുള്ളൊരു തോട്ട് അതിങ്ങനെ ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തമ്മിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയത്. അത് എങ്ങനെ അത് അങ്ങനെ ലീക്കായി പോയത്. ഐ തിങ്ക് അനുരാഗ് സംബഡി അപ്ലോഡഡ് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് വെന്റ് crazy. I'm like, Anurag Kashyap, yeah. He didn't understand it. I think he's immediately over story ഇട്ടു. അത് ഇതൊരു ഞങ്ങളെല്ലാവരും നോക്കുമ്പോ അയ്യോ. സോ ആൻഡ് അതൊരു ഇതിനൊരു മറുപടി അങ്ങനെയൊന്നും ആയിരുന്നില്ല. ദാറ്റ് വാസ് ജസ്റ്റ് ടു ലൈക്ക് യു നോ വേറൊരു സ്പേസ് വേർ പീപ്പിൾ കൻ കം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. അതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇൻഫോർമൽ സ്പേസ് എന്നുള്ള രീതി, വേറൊരു സ്പേസ് എന്നുള്ള, അല്ലാണ്ട് യൂണിയൻ എന്നുള്ള രീതിയിലൊന്നും നമ്മളൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെയാണല്ലോ അത് ഭയങ്കര വേറെ രീതിയിലേക്ക്. അത് വേറെ അതുകൊണ്ട് ഇപ്പം എന്താ ഒന്നുമില്ല ഇപ്പൊ. സമാധാനമായി. ആദ്യം അന്ന് WCCയുടെ ഇമ്പാക്ട് റീമയുടെ ലൈഫിനെ പറ്റി ചോദിച്ചിരുന്നു. അതിന്റെ ഓൺ ദ അതർ സൈഡ് നോക്കുമ്പോൾ റിമ ദ ആർട്ടിസ്റ്റിനേക്കാളും റിമ ദ ആക്ടിവിസ്റ്റ് എന്നൊരു അപ്പർ ഹാൻഡ് കിട്ടിയ പോലെ അങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? അത് എനിക്ക് നാച്ചുറൽ ആണ് തോന്നുന്നു. ബിക്കോസ് വെരി ഫ്യൂ ഓഫ് us who are artists and activists. There are a lot of artists. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം എല്ലാ ചോദ്യങ്ങളും ഞങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കുറേ കാലമായിട്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ വെരി ഒബ്വിയസ് ട്രാജക്ടറി അല്ലേ. ഇപ്പം എല്ലാവരും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്യില്ലായിരുന്നു. എല്ലാവരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സേഫ് സ്പേസ് അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ദർ ആർ penalties to be paid if you speak up. And I wouldn't blame anybody who doesn't want to take it up also, because you know we all have our own lives to live. Appo especially women, ഞാൻ ഒരു സ്ത്രീയെയും കുറ്റം പറയില്ല. If they want to take up the sword or they don't want to, if they are somehow living their lives, because I don't think we live in a world that's built for us. I think every day is a struggle in its own way. So you know, I wouldn't blame anyone. But I am specifically in a very privileged position where I could speak from. I'm saying I don't mind the tag activist, but I don't want that to be the only space where I am I am recognized. വേറെ ബാക്കിയുള്ള അവന്യൂസിൽ ഞാൻ പണി എടുക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഞാൻ നല്ല പണിയെടുക്കുന്നുണ്ട്. I work really hard for my art and I really love what I do. I give my heart and soul into it. If not recognition, please don't forget that I do that too. അതെനിക്ക് നിർബന്ധമുണ്ട്.
അത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ. അല്ല, ആ ഓർമ്മപ്പെടുത്തൽ ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ മറന്നു പോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം, ബിക്കോസ് അത് എൻ്റെ ആവശ്യമാണല്ലോ. നിങ്ങളത് ഓർത്തിരിക്കണം എന്നുള്ളത്. പെയിൻഫുൾ പ്രോസസ് അല്ലേ ഫോർ ആൻ ആർട്ടിസ്റ്റ്? Yes, it is. Being an artist is a very painful process. And you have to fall in love with that pain. That is the only way out എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. It is not all glitz and glory. പക്ഷേ the kind of glitz and glory that we get is unparalleled also. പക്ഷേ there are two sides to the coin. ആ അൺസർട്ടനിറ്റിയുടെ നടുവിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. that is actually quite a difficult space to be in, especially when we don't have anybody to guide us. ഇപ്പോൾ it was so sweet. Kalyani had shared this photo of her chat with Priyadarshan sir, where he says, don't let success go to your head. നമ്മുടെ ലൈഫിലൊന്നും he knows the industry, he knows how like he's seen it all. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം വി ആർ ഫിഗറിങ് ഔട്ട്. നമ്മൾ വീഴും, നമ്മൾ പൊടിയായിട്ട് എഴുന്നേക്കും, നമ്മൾ വീണ്ടും നടക്കും, വീണ്ടും വീഴും. ചിലപ്പോൾ വലിയ കുഴിയായിരിക്കും, ചിലപ്പോൾ ചെറിയ കുഴിയായിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ നമ്മൾ നടന്ന് പഠിക്കുകയാണല്ലോ. പക്ഷെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. whoever I am today, whatever I have become today is because of every kuri I fell into. So, and how I managed to get up and walk forward in spite of all this. Appa, seriously no regrets. ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ആക്ടറാണ്. അപ്പം എന്നിട്ടും ഈ ആക്ടിവിസം പാട്ടുകൊണ്ട് മാത്രം ആ ആർട്ടിസ്റ്റിക് സൈഡിനെ ആൾക്കാർ മറന്നുപോയെന്ന് തോന്നിയിട്ടുണ്ട്. അത് ആളുകളെല്ലാം തോന്നുന്നു മറന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയുടെ ഉള്ളിലാണ് അത് സംഭവിക്കുന്നത് അല്ലേ. ആളുകൾ മറന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എവിടെ പോയാലും ഐ ഹാവ് ഫെൽറ്റ് ഓൺലി ലവ്. എന്നെ കൈ പിടിച്ച് സംസാരിക്കുന്ന ചേച്ചി അന്ന് അവിടെ അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് സ്നേഹം മാത്രമേ ഓഡിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ട്രോള് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അതുപോലും എനിക്ക് ടാർഗറ്റഡായി പെയ്ഡ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് സെയിം ഒരേ ഇതിൽ ട്രോൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അവിടെ പോലും ഇന്ന് സ്പെഷ്യലി കേട്ടോ, ഇന്ന് പണ്ടൊക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇന്നിപ്പം ആരെങ്കിലും എന്തെങ്കിലും മോശമായി അവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും പറയേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. റിമ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാരേജ് ആഷിഖിന്റെ ലൈഫിൽ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല, യുവർ ലൈഫ് ലൈക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ആൻഡ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണെന്ന് തോന്നും എനിക്ക്. അതായത് ഇത് like all this messaging is very invisible. Nothing is concrete. It's not like okay ഇങ്ങനെ ആവണമെന്ന് നമ്മളെ മറ്റേ ജനറേഷണൽ ആയിട്ട് ഇതിങ്ങനെ എവിടേക്കോ എയറിൽ നിൽക്കുന്നതൊക്കെയാണല്ലോ. പിന്നെ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടാണല്ലോ ഈ മെസ്സേജിങ് വരുന്നത്. കുറേയൊക്കെ like I could have only said like no, but കുറേയൊക്കെ you also role play into that perfect situation, and then you're like, why am I role playing? I don't have to do it. Nobody's asking me to do it. But why? But the validation works. Okay, you feel happy when somebody says that, oh, what a lovely home. But nobody cares. Like, all these things, no? So I also took a lot of time to kind of figure out this institution, this system. The love is, and the person is not related only here. This institution doesn't work for me. This system doesn't work for me. I don't even think it was designed for women. I think it's not for us. It's for the men, designed by men. അപ്പോൾ എനിക്ക് ആ സിസ്റ്റം എനിക്ക് ഇപ്പോഴും വർക്ക് ആവുന്നില്ല. ലൈക്ക് I regret signing that document because I feel I don't need somebody saying that, okay, we agree that you love this person now. I have a huge problem with that document and I don't need it. If I love somebody, I know how to love them with all my heart and soul. റിമ ആൻഡ് ആഷിഖിനെ പോലെ ലിബറൽ സ്പേസിൽ അല്ലെങ്കിൽ ലിബറൽ മൈൻഡോടുകൂടി ജീവിക്കുന്ന രണ്ടുപേരുടെയിലും മാരേജ് ഒരു പ്രോബ്ലം തന്നെയാണോ? മാരേജ് ഒരു പ്രോബ്ലം അല്ല, ഞങ്ങളുടെ ഇടയിലല്ല പ്രോബ്ലം. മാരേജ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രോബ്ലം. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഡസൻറ്റ്
ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പം ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു പ്രോബ്ലം അതാണ്. ഞങ്ങൾ തമ്മിൽ ഇതെന്താ പറയുക, ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരമായിട്ടാണ് ഇപ്പം പ്രേമിക്കണത്. അതിന് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഇത് കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസേഷൻ. പിന്നല്ലാണ്ട് ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനെ ഒന്നും, പക്ഷെ നമ്മുടെ പാരന്റ്സ് ഉണ്ടാകുന്ന ഇവർക്ക് ഇതെന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, we are just thinking it's a signature. No, it's a trap. Okay, it's not a signature. It is so much that comes with it. As in, and you don't realize it. You're just thinking, it's okay, I'll figure it out. No, it's like centuries of conditioning that comes with it. And and I think today's generation is figuring it out. Maybe because they're watching all of us. ആഷിഖിനോട് ചോദിച്ചാലും ഇതേ ഉത്തരമായിരിക്കും കിട്ടുക. ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. ആഷിഖിനോട് ചോദിച്ചാൽ വേറെ ഉത്തരമായിരിക്കും. ആഷിഖ് വേറൊരാളല്ലേ. ആഷിഖിൻ്റെതായ തോട്ട് ഉണ്ടാവും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോർ ഓർ ലെസ് വി കൈൻഡ് ഓഫ് സിങ്ക്. ദാറ്റ് ഇസ് വൈ വി ആർ സ്റ്റിൽ ടുഗെദർ. അല്ലെങ്കിൽ എന്ന് ഇടിച്ചു പിരിഞ്ഞു പോയിണ്ടാവും. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഭയങ്കര സ്ട്രോങ് ഹെഡഡും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഇസ് കീപ്പിംഗ് അസ് ടുഗെദർ ഇസ് ലവ്, നോട്ട് ദാറ്റ് സർട്ടിഫിക്കറ്റ്. തിയേറ്ററിലേക്ക് തിരിച്ചു വരാം. പോസ്റ്ററില് റീമ തെങ്ങ് കയറി നിൽക്കുന്ന ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് മലയാളീസിനെ ട്രോൾ ചെയ്യണത് അത് വെച്ചിട്ട്. How do you look at it? Very good marketing hold we have got now suddenly. പക്ഷെ അതിൽ ആ സിനിമയിൽ ആ ക്യാരക്ടറിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്. ഷീ ഡസ് എവറിത്തിങ് ഇൻ ദാറ്റ് ഐലൻഡ്. എല്ലാ ജോലികളും അവർ സ്വന്തം ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ വല്ലാത്ത ടൈമിംഗ് ആയിപ്പോയി അത്. തേക്കപ്പെട്ട സുന്ദരി നമുക്ക് നോർത്തിൽ ജസ്റ്റ് ഒന്ന്. പക്ഷേ ലൈക്ക് a lot of our single friends and all these friends who are getting into relationships and getting broken hearts, they're like, yes, I'm that Tekipattu Sundari. He was like trending at that time. Yeah. So തെങ്ങേറ്റൊക്കെ പഠിച്ചു. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ചെന്നപ്പോ തന്നെ 6 pack ഒക്കെ ആയിട്ടൊരു ചേട്ടൻ, അടിപൊളി. Oh my God, he's got such a physique. And മൂപ്പര് ഇങ്ങനെ വരെ സിമ്പിളാണ്, ഇങ്ങനെ പിടിച്ചിട്ട്. മൂപ്പർക്ക് സിമ്പിളാണല്ലോ, മൂപ്പര് എല്ലാ ദിവസം ചെയ്യണല്ലേ. ഭയങ്കര സിമ്പിളാണ്. ഇത് ഇങ്ങനെ പിടിക്കാം, ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ അങ്ങനെ ഓക്കെ. നമുക്ക് 2 എണ്ണം ചെയ്യാൻ പറ്റും. ലൈക്ക് അങ്ങനെ കുറേ ദിവസം ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ ചെയ്തത്. അപ്പോൾ അത് ഒരെണ്ണം ചെറുതായിരുന്നേ. The other one was some really tall one. That is the first shot of the film. That was really tall. അപ്പോൾ അതിന് they got me a harness and we trained. അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ it was so much fun. ഭയങ്കര രസമായിരുന്നു. എനിക്ക് എൻ്റെ പേരിന് സമാനമായി അവസാനം നല്ല 1-ാം മരം കയറിയായി ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്ലറ്റിക്. അങ്ങനത്തെ ഫിസിക്കൽ സംഭവങ്ങൾ ചെയ്യാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ കീപ് സേയിങ്, എനിക്ക് തരൂ, എനിക്ക് വേറെ ചാലഞ്ചസ് തരൂ, എനിക്ക് എന്താണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. സിനിമയ്ക്ക് വേണ്ടി ലേൺ ചെയ്ത എന്തെങ്കിലും സ്കിൽ സെറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ റൈഡിങ് എ ബൈക്ക് അങ്ങനെ എന്തെങ്കിലും? റൈഡിങ് എ ബൈക്ക്, ഐ നോ ഹൗ ടു റൈഡ് എ ബൈക്ക്. പക്ഷേ ഞാനത് ഫിലിമിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പല ഇത് ഫിസിക്കലി പറഞ്ഞ പോലെ ഞാൻ എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിൽ ഒരു പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാമ്പിനെ കഴുത്തിലിടുമോ? ആടാ. മലമ്പാമ്പിനെ കഴുത്തിലിടും. ആടാ. ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുകയാണ് ഞാൻ. മലമ്പാമ്പിൻ്റെ മണം ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ദാറ്റ് സ്മെൽ ഇസ് റിപ്പല്ലിങ്. ഇതിലേക്ക് ആ ഷോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം കണ്ണിലേക്ക് വെള്ളം വന്നിട്ട് പേടിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ കെട്ടി തൂക്കിയിട്ടിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് ചാടി കയറിയിട്ടുണ്ട് വിത്തൗട്ട് ഹാർനസ്. ഇതൊക്കെ
അങ്ങനെ like I've done, I love doing such stunts. So I really wish, actually ഞാൻ മാത്രമല്ല കേട്ടോ, like I am sure all these female actors are just waiting for somebody to write something different for them other than the run of the, because look at the talent pool we have here. Look at Divya Prabha, Darshana, Parvati, Kani, like look at these brilliant women, like I really want to see more from all of them. Aparna Balamurali, like after her, I'm ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടാണ് കേട്ടോ സൂര്യ പോർട്രേ കാണുന്നത്, ലേറ്റ് ആയി. അപ്പോൾ പക്ഷെ I was blown away by her performance in that, and I'm waiting to see that again on screen. Like I don't know, പൂർവ്വശി ചേച്ചിനാണെങ്കിലും ഒക്കെ എനിക്ക് മതിയാവുന്നില്ല ഇവരൊക്കെ സ്ക്രീനിൽ കണ്ടിട്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറബിൾ ക്യാരക്ടർ, സം ക്യാരക്ടർ ദാറ്റ് ഈസ് ക്ലോസ് ടു യുവർ ഹാർട്ട് ഏതായിരിക്കും? ഇപ്പൊ റീസെന്റ് ഞാൻ അഞ്ജലി മേനോന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതെനിക്ക് ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്തൊരു, അത് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഞാൻ നാട്ടന കൈരളിയിൽ വേണുജീനെ അറിയും, കപില വേണുജി. അപ്പൊ വേണുജിയുടെ ഒരു നാട്ടന കൈരളിയിൽ ഹി ഹാസ് എ ആക്ടിങ് വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ഫേസ് ഒക്കെ ഞാൻ ചെയ്ത്, ലൈക്ക് ഹി കൈൻഡ് ഓഫ് ടേക്സ് യു ക്ലോസർ ടു ഹൂ യു ആർ and closer to your emotions in such a way that you can harness it when you need it. Like he has been, ഞാൻ എൻ്റെ ലൈഫിൽ ഗുരു എന്നുള്ളൊരു സ്ഥാനത്ത് അങ്ങനെ ഞാൻ ഇപ്പം ശ്യാം സാറിനെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വേണുജി ഹാസ് റിയലി ഓപ്പൺഡ് അപ്പ്, എന്തോ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നത് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗുരുവാണ് എനിക്ക് വേണുജി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു വർക്കായിരുന്നു അഞ്ജലിയുടെ കന്യ. അതിൽ there is this moment where I have to be very, very like vulnerable, like I had to break my heart open and let go of every ego shred in my body to finally like confront my friend in that film. ഞാൻ അത്രയും വൾണറബിൾ ആയിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ അതിനു മുമ്പ് നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. As an artist, when I look at myself, I feel so closely with that moment where I broke down in front of Padma Priya's Gauri, and that was a single take, and I remember we were all crying at the end of that scene, that shot. I will always remember that, because a lot of women on that set, and female friendships are very, very different and very unique and very potent in a different way, right? I think like a female friendship factor on explain Jiyama, how like different is it? It's full of contradictions. You love them to bits and you hate them to bits at the same time, like because you know them so well and they're almost your mirror. Appo namukku ella emotionsum അതേപോലെ കാണിക്കാനും പറ്റുള്ളൂ, ബിക്കോസ് ദേ ആർ സോ ക്ലോസ് ടു യു ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു ലീവ് യു അറ്റ് എനി, എന്തും സംഭവിച്ചാലും. സോ യു ഓപ്പൺ യുവർ സെൽസ് അപ്പ് ടു ദെം ആൻഡ് ദേ ഹവ് സീൻ എവറിത്തിങ്, ലൈക്ക് യു ആർ നേക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദെം അല്ല. ഐ ഡോണ്ട് നോ ഇഫ് men do that. Male friendships are more celebrated because they are celebrating it. We should also celebrate. I mean, good for them, yeah. See, they have found a balance there and it works for them. ഞാനത് നിങ്ങളത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞാനതൊരു കുറ്റമോ കുറവായിട്ടും കൂടിയല്ല പറയണത്. That is how you people function. But this is how we function and we should celebrate this. Because you know what, ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്ഷിപ്സ്, എൻ്റെ റിലേഷൻഷിപ്സ് ആണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്നെ മറ്റേ നിലത്തുനിന്ന് ഇങ്ങനെ വാരി കൊണ്ടുപോയിട്ടുണ്ട്. ബിക്കോസ് ഐ ഹവ് ബീൻ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വേർ ഐ ലൈക്ക് ദാറ്റ് ലോ ഇൻ ലൈഫ്. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടാണ് നമ്മളെ പിടിച്ച് കൊണ്ടുപോയി, who show you who you are, who keep reminding you that this is it, like with somebody like me who has major imposter syndrome, I need constant reminders that no I'm okay I'm a so yeah. പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, റീമ കല്ലിങ്കൽ പറഞ്ഞു അത്രേ, മലയാളം ഓഡിയൻസിന് സിനിമ എന്ന ക്രാഫ്റ്റിനെ കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ട്. അപ്പൊ അങ്ങനെ അറിയുന്ന ഒരു ഓഡിയൻസ് ആയിരിക്കുന്നത് ആർട്ടിസ്റ്റിനെയും അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനെയും ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ?
ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദർ ആർ നോ ഹാഫ് ആസ് ജോബ്സ് ഹിയർ. യു വിൽ ബി കോട്ട്. ആ പേടികളത് എപ്പോഴും നല്ലതാണ്. കുറച്ചൊരു പേടികൾ, പേടി ഇൻ ദ സെൻസ് യു നോ ദാറ്റ് യുവർ ഓഡിയൻസ് ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് they will come after you if you're not truthful and ചെറിയ ഇപ്പോൾ ടെക്നിക്കൽ ജുഗാദൊക്കെ അവർക്ക് ഓക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ക്യാമറയിൽ ഷൂട്ട് ചെയ്തില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ സ്ക്രിപ്റ്റിങ്ങിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനോട് നിങ്ങൾ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അത് കുഴപ്പമില്ല എന്ന് അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ഇവർ പിടിക്കും. അത് നല്ലതാ. I think we should be challenged. We should be pushed against walls. That is when the best art happens എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഫിലിം റിവ്യൂവിങ്ങിനെതിരെയും ഫിലിം റിവ്യൂയിങ് ഇസ് അനദർ, ദാറ്റ് ഇസ്, ഞാൻ ആ സെഗ്മെന്റേ അല്ല കേട്ടോ ഞാൻ പറയണത്. ആസ് എൻ ഓഡിയൻസാണ് ഞാൻ പറയണത്. ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് ഞാൻ എൻ്റർടൈൻഡ് ആയോ എൻ്റർടൈൻഡ് ആയില്ലേ, ഭയങ്കരമായ റിവ്യൂ ഒക്കെ സെക്കൻഡറി. നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, ഓക്കെ ദിസ് റിയലി എൻഗേജസ് മീ, യു ഹാവ് മൈ അറ്റൻഷൻ എന്ന് പറയുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ഞാൻ അവരുടെ കാര്യമാണ് പറയണത്. റിവ്യൂവേഴ്സ് അതൊരു വേറെ ചാനൽ ഓഫ് ഇൻകം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം, അല്ലേ? അത് യൂട്യൂബേഴ്സിൽ പ്രത്യേക തരത്തിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ഭയങ്കരമായ ഹെഡ്ലൈൻസ് ഇടുന്നു. അതിലും നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്, നല്ല രീതിയിൽ മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അത് കുറച്ച് കാലം അത് വർക്കായി എന്ന് തോന്നുന്നു. ഇപ്പം ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ലിസൺ ടു. There was a time I think when people were like, okay, ഇത് കേട്ടാ എന്നാ പിന്നെ. പക്ഷെ ഇപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി പോയ പോലെ എനിക്ക് തോന്നുന്നത്. I think nobody really listens to the reviews anymore. ഇല്ലായിരിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. ബിക്കോസ് അതിൻ്റെ ക്രെഡിബിലിറ്റി ഓഡിയൻസ് എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി. 2-3 പ്രാവശ്യം ഇവർ നല്ലതാണെന്ന് പറഞ്ഞ ഫിലിംസ് വളരെ മോശമായി, അത് പെയ്ഡ് റിവ്യൂ ആണെന്ന് മനസ്സിലായി. We are also very intelligent. No, people will figure it out. There will be phases. Yes, പക്ഷെ എല്ലാവരെയും എല്ലായ്പ്പോഴും പറ്റിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. Actually, ഒരു ഫിലിം മേക്കറിന്റെ ഒരു ഇന്റൻഷൻ ഉണ്ട് while making a film, and there's this reception part also. How audience എങ്ങനെ റിസീവ് ചെയ്യുന്നു. So അത് എപ്പോഴും മാച്ച് ചെയ്യണമെന്നില്ല. On that note, I mean, നീല വെളിച്ചം സിനിമയ്ക്ക് അത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിന്റെ പരാജയത്തെ അത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര, പേഴ്സണലി ഐ വാസ് റിയലി ഹേർട്ട്. അതിൻ്റെ ഒരു അതായത് അതങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സിനിമയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെന്ത് പറ്റി എന്ന് എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും എഫേർട്ട് അതിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനൊന്നും പറ്റില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് ദെയർ ബിസിനസ്. But at some point they were not they didn't connect with it, and I very graciously accept that feedback. പക്ഷെ at the same time ഇത് ആമസോണിൽ വന്നു കഴിഞ്ഞിട്ട് കുറേ പേര് കണ്ടിട്ട് then there are people who message me that we saw this, it worked for us, അല്ലെങ്കിൽ we don't know why it was completely shunned in theaters എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവരും ഉണ്ട്. But yeah, it is what it is. You can't contest with that, right? They didn't come to the theaters to watch it. So there is a reason behind it, and we do decode it later on. Nammal really we do think about it. What went wrong ennallathu nammal sherikum aalochikkum. There could have been a lot of issues. Primarily enikku thonunu people wanted an avesham. They wanted a high at that time. Ellavarum ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഐ തിങ്ക് നീലവെളിച്ചം വാസ് ഓൾസോ എ വെരി പോഗ്നന്റ് ലവ് സ്റ്റോറി, ഭയങ്കര സ്ലോ. അതായിരുന്നില്ല. അത് കഴിഞ്ഞ് വിജയിച്ച പടങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഓൾസോ വാണ്ടഡ് സംതിങ് എൽസ് അറ്റ് ദാറ്റ് ടൈം ഫ്രെയിം എന്നാണ് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ. ബട്ട് യെസ്, ഐ വാസ് വെരി സാഡ്. സോഷ്യൽ മീഡിയയിൽ വേറൊരു ഡിസ്കഷൻ ഉണ്ട്. അതായത് ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഡയറക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് റീമ. അതെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ തിയേറ്റർ ഇപ്പൊ അങ്ങനെയല്ല, അത് അങ്ങനെയുള്ളപ്പോൾ ഒരു ആൻസർ ആയിരിക്കുമോ തിയേറ്റർ? അയ്യോ, അതിനുള്ള ആൻസർ ഒന്നുമില്ല. അതിനൊന്നും നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റില്ല. അതിനൊന്നും എനിക്ക് ആൻസർ കൊടുക്കണ്ട. ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയാലോ. ആൻഡ് ഇറ്റ് ഈസ് ഔട്ട് ഇൻ ദി ഓപ്പൺ ഫോർ എവറിബഡി ടു സീ. ഞാൻ എപ്പോഴും ഞാനൊരു സ്യൂട്ട് കേസുമായിട്ട് വന്നതാ ട്രിവാൻഡ്രം ഏഷ്യനെറ്റ് സ്റ്റുഡിയോയിൽ. അവിടെ നിന്ന് ഞാൻ ആ പെട്ടിയെടുത്ത് ഞാൻ തന്നെ വന്നതാണ് കൊച്ചി മിസ് കേരളയ്ക്ക്.
ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ച്, ഞാൻ ഒറ്റയ്ക്ക് ഓഡിഷൻസിന് പോയി, ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ടിന് പോയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2014 ഞാൻ ആഷിഖിനെ മീറ്റ് ചെയ്യണത്. 2008 തൊട്ടിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കൊരു മാനേജർ പോലും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കാശ് പോലും സംസാരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ശാരദ അമ്മണി ആയിട്ട് എന്നെ വിളിച്ചിട്ട്, അപ്പം ഞങ്ങളിങ്ങനെ കാശിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളില്ലാതെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, അച്ഛ ഇങ്ങനെ ഇത്രയാ പറയണേ, അപ്പം നമുക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ. അപ്പം അച്ഛൻ MT സിനിമയല്ലേ, അതൊന്നും പ്രശ്നമില്ല, നീ അത് ഫ്രീ ആയിട്ട് ചെയ്തോന്നുള്ള മൂഡ് അച്ഛൻ. ലൈക്ക് വൈ ആർ യു ഇവൻ കോട്ടിങ് ബഡി ഫോർ എൻ MT's റോൾ, MT's ക്യാരക്ടർ എന്നല്ല. അപ്പോൾ ലൈക്ക് അങ്ങനെ ആരും നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ for some, like, I am very proud of the fact that I'm self-made. So don't come to me with this marriage bullshit and all. I'm not taking it from anybody. Sorry. നിങ്ങൾ അവിടെ ഇരുന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. I'll be doing my work and going on with it. So, see, there was a time when I was affected, but I was like, hello, I know who I am. Like my friends always remind me. They don't give me a chance to kind of, അത് മറക്കാൻ സമ്മതിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ലീവിങ് അസൈഡ് ദാറ്റ്, ആ ഒരു ഡിബേറ്റ് മാറ്റിയിട്ട് ആഷിഖും റിമയായിട്ടുള്ള ഈ ഫിലിംസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആൻഡ് യുവർ കോൺവെർസേഷൻസ് അബൌട്ട് അതെങ്ങനെയാണ്? ഓഡിയോ ഓൾവേസ് ഓൺ ദ സെയിം പേജ്? Oh no, സിനിമയുടെ ടേസ്റ്റും ഡിഫറെന്റ് ആണ്. അതും ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി വി ആർ വെരി ഡിഫറെൻറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ലൈക്ക് ഹി സോ എനാമേർഡ് വിത്ത് ദിസ് ഹോൾ AI തിങ് കമ്മിങ് ഇൻ ആൻഡ് ടെക്നോളജി, cameras. I am on the other side of the spectrum. I am like old school. I am going to be outdated in no time because I have no idea what AI is. And I don't know how to work with all these GPTs and all of that. I like, അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാ. ലൈക്ക് ഐ എം ഓൾ അബൌട്ട് ദ കോർ, അബൌട്ട് വേർഡ്സ്. ഐ സ്റ്റിൽ റൈറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ടൈപ്പിംഗ്. ലൈക്ക് അങ്ങനെ ഇവൻ അതിൻ്റെ അപ്പുറത്തെ സ്പെക്ട്രമാണ്. ലൈക്ക് ഹി ടോക്സ് ലൈക്ക് സിറി, അത് ഇവർ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ലൈക്ക് അപ്പോൾ ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു സിനിമ വാച്ചിങ്, റീഡിങ്, അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാണ് ശരിക്കും. So, but which is also good, right? Yeah. So we, opinions, and we're always throwing it at each other and fighting about it. Yeah. ആഷിഖിന്റെ പടങ്ങളുടെ സ്ക്രിപ്റ്റ്സിലൊക്കെ do you like get involved? Discussions. Yeah, discussions. Yes, I clearly tell him if something doesn't work for me. I would like, that kind of stuff does happen. Yeah, but no, I don't think I'm getting, like, just like, എൻ്റെ ഐഡൻറ്റിറ്റി ഈ മാരേജ് കൊണ്ട് എന്താ പറയുക ചേഞ്ച് ആവരുതെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ആഷിഖിൻ്റെ ഐഡൻറ്റിറ്റി ഈസ് ആഷിഖ്സ് ഐഡൻറ്റിറ്റി, ആൻഡ് വാട്ട് ഹീ ഡസ് ഇൻ സിനിമ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ വോണ്ട് ടു ഡു ഹിയർ ഓൾസോ. ഞങ്ങൾ രണ്ട് മനുഷ്യനാണ്. എന്തോ അറിയാതെ ഒരു സൈൻ ഇട്ട് പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പണ്ടത്തെ ഈ ഫിഷ് ഫ്രൈയുടെ ഒരു അന്ന് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഫിഷ് ഫ്രൈ അല്ല, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും പബ്ലിക് മാറിയിട്ടുണ്ടോ ആ ഒരു ചിന്താഗതിയിൽ നിന്ന്? അഗൈൻ ഐ റിയലി തിങ്ക് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ വന്ന് പറയാം, എൻ്റെ പൊന്നു ചേച്ചി താങ്ക് യു അത് പറഞ്ഞതിന്. ഇപ്പം ഞാൻ വീട്ടുകാരെ ട്രോളിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈ ചോദിക്കും എന്ന് മനസ്സിലായോ. അതിന് അവർക്കൊരു ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഫിഷ് ഫ്രൈ എന്നുള്ള മെറ്റഫർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ ഫോർ മീ, നോട്ട് ഫോർ എനിവൺ എൽസ്. ഫോർ മീ ഐ എം ലൈക്ക് ഓക്കെ ഫൺ, അത് കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മതി. അതിലും കൂടുതലൊന്നും നമുക്ക് ലോകം മാറ്റാൻ പറ്റില്ല. ഇത്രയ്ക്ക് ഐ മീൻ യു കാൻ ചേഞ്ച് എനിത്തിങ്, നോ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് ഇത്രയും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക്, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒന്നുമില്ലാതെ ലൈഫ് എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലൂടെ എനിക്കിത് പറയാൻ പറ്റി. അത് ഇനി നിങ്ങൾ ആരാച്ചാൽ എങ്ങടാച്ചാൽ കൊണ്ടുപോകും. ഇനി അത് നിങ്ങൾക്ക് ട്രോൾ ചെയ്യണോ, ട്രോൾ ചെയ്തോ. വേറെ ആർക്കെങ്കിലും അത് വേറെ രീതിയിൽ യൂസ് ചെയ്തോ. പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ചോദിച്ചത് സമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് ഉണ്ട്. അതാ ഞാൻ പറയണ, ബിക്കോസ് ദീസ് കിഡ്സ് ഹാവ് ഫൗണ്ട് എ ലാംഗ്വേജ് ടു channelize what they're feeling inside using this metaphor, and it's easier. ഭയങ്കര വലിയൊരു ദേഷ്യത്തിൽ ഒന്നുമല്ലാതെ ഈ മെറ്റഫർ യൂസ് ചെയ്ത് സൈഡ് കോഡ് ചെയ്ത്, ലൈക്ക് in a good way, if they can communicate it and present it,
I mean, isn't that great? Isn't that fun? Isn't that what cinema does? Like, it gives us a lot of these pop culture anecdotes that, you know, you use in real life to kind of, you know, message or communicate. See, it's very similar, alle, angana nokkumbo. Yeah, so as an artist, I think that's also creation, no? You're creating something there. ഇപ്പോൾ കുറച്ചു മുന്നേ നവരസ സാധനയുടെ കാര്യം Yes, പറഞ്ഞു. yes. അതിലുള്ള കിട്ടിയ ട്രെയിനിങ് തിയേറ്ററിലുള്ള മീരയ്ക്ക് എങ്ങനെ സഹായിച്ചു എന്ന്? ശരിക്കും എനിക്കത് വേണിച്ചിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര, ഞങ്ങൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളെ പൾപ്പാക്കി എന്ന് പറയില്ലേ, ലൈക്ക് എല്ലാ ഇമോഷൻസിൻ്റെയും എക്സ്ട്രീംസിലൂടെ കടന്നു പോയിട്ട് യു ജസ്റ്റ് എ പൾപ്പ് ഫുൾ അങ്ങനെ പദം വരുത്തും നമ്മളെ. അയ്യോ, എനിക്കത് നമ്മൾ ഇത്രയും കാലം അഭിനയിച്ച് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് എന്നിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കണം നമുക്ക് എന്തോ അല്ല അറിയാമെന്നല്ല, പക്ഷെ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. അയ്യോ, ഐ റിമെമ്പർ 15 days കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഞങ്ങൾ 9 രസാസും പെർഫോം ചെയ്യും. എന്നിട്ട് ഞാൻ ശരിക്കും വേണിച്ചിയുടെ കാലിൽ കുറച്ച് നേരം കെടുന്നു ഞാൻ. ലൈക്ക് അങ്ങനെ നമ്മൾ യു സറണ്ടർ യുവർ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ് ദർ. അപ്പോൾ like I told you, it has really got me in touch with my innermost fears and like, you know, നമ്മൾ ഒട്ടും ആക്സസ് ചെയ്യാതെ ഈ ഡിനയൽ മോഡിൽ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് ഇമോഷൻസിലേക്ക് ഇറങ്ങിപ്പോവാൻ നവരസ സാധനം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ആസ് എ ഹ്യൂമൻ ബീയിങ് ആസ് വെൽ. അത് ഡെഫിനറ്റ്ലി ഇതിൽ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് ശരിക്കും പറയുകയാണെങ്കിൽ. ഷീ ഈസ് ദിസ് പേഴ്സൺ, മീര ഇസ് ദിസ് പേഴ്സൺ ഹു സ്റ്റാൻഡിങ് അറ്റ് ദ കസ്പ് ഓഫ് സോ മെനി തിങ്സ്. ലൈക്ക്, യുനോ, ഈ ഇത്രയും കാലം സോളിറ്റ്യൂഡിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് വൈറലാവുന്നു. അമ്മയുടെ ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസവും ഒക്കെ ഉള്ള ഒരു സ്പേസിൽ നിന്ന് ഷീ ഈസ് ഇൻ അനദർ സ്പേസ്, യുനോ, പക്ഷേ ഷീ കാൺട്ട്. അപ്പം ഇങ്ങനെ ലൈക്ക് ആ ഒരു വല്ലാത്തൊരു ജംഗ്ഷനിൽ പെട്ടുപോയ ഒരു മീരയുണ്ട്. സോ എന്നാ ഷീ ഈസ് വെരി വെരി ക്ലോസ് ടു ഹർ മദർ. ഭയങ്കരമായ വാത്സല്യം പോലെയാണ്. ലൈക്ക് ദർ ഇസ് ദിസ് പോയിന്റ് വേർ ദ ചൈൽഡ് ബിക്കംസ് ദ പാരന്റ് എന്ന് പറയുന്ന ഒരു മൊമെന്റിലാണ് അവൾ നിൽക്കുന്നത്. Which is something that I feel with my parents also nowadays, you know. Like, you know, I was like in Europe and my dad is like, "Amma ne idu hospital la kondu vonda." I'm like, "Hey, acha." I'm like, "Why are you even asking me?" But like, you know, and you call the doctor and fix an appointment, and like what they used to do for us, our face undallo when you become like, you know, the roles are kind of interchanged. അതുപോലെ തന്നെ ഉണ്ട് ഇതിലും. സോ ഇറ്റ് വാസ് വെരി നൈസ്. ആ രീതിയിൽ എനിക്ക് ആ ഇമോഷണൽ സ്പേസിലാണ് കൂടുതലും എന്നെ നവരസ സാധന ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ ആസ്പെക്ട്, ഐ തിങ്ക് മൈ ഡാൻസ് ട്രെയിനിങ് ഹാസ് റിയലി ഹെൽപ്പ് മീ ബിഗ് ടൈം. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു റോള്? എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് മാഡ് കോമഡി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് മാഡ് ഫിസിക്കൽ കോമഡി ഉണ്ടല്ലോ, ലൈക്ക്, യുനോ, സ്ലാപ് സ്റ്റിക്ക്. ഇപ്പം ഇന്നലെ ഞാൻ ശോഭൻ ചേച്ചിയുടെ പെർഫോമൻസ് കാണാൻ പോയി. അതിൽ ഷീ ഡസ് ദിസ് രാമൻ മറ്റേ അമ്പ് പൊക്കുന്ന, അതിൽ പല പല ആളുകൾ പല പല രീതിയിൽ വന്നിട്ട് അത് ഫെയിൽ ആവുന്നത്. And her body, like, you know, that abhinaya that she does, the way she does comedy, I don't think we have seen Shobana like that on screen. And she's capable of it. Like, സ്ത്രീകൾ കോമഡി ചെയ്യുന്നത് ആക്ച്വലി ഉർവശി ചേച്ചി ക്രാക്ക് ചെയ്ത പോലെ അധികം ആരും ക്രാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഉർവശി ചേച്ചിക്ക് മാത്രമേ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കുറേ. പക്ഷേ ഐ ലവ് ഡൂയിങ് കോമഡി. റാണി പത്മിനിയിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അത് കാസർഗോഡ് സ്ലാങ്ങും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂവി. അപ്പോൾ ഐ വിഷ് ഐ കുഡ് ഡു an out and out comedy. പിന്നെ മൂക്കില രാജ്യത്തൊക്കെ ഇല്ലേ, അതുപോലത്തെ അയ്യോ അങ്ങനത്തെ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ I want to do like proper action. I want to do a negative role, like, you know, dark. I want to do something like that. Like, you know, I want to explore stuff like that. And I want to do like one Paingli, one romantic one girl. റിമ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരു കൈൻഡ് ഓഫ് സ്ട്രോങ് സൈഡിലുള്ള. അതും ഈ പറയുന്ന പോലെ
ഒരു രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് ആണെന്ന് തോന്നും എനിക്ക്. സോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ. അത് ഒരു എന്താ ചെയ്യുക, അതൊരു ഒരു വല്ലാത്തൊരു ഈവിളാണ് ഓഫ് ഗിവിങ് ഇൻ്റർവ്യൂസ് ആൻഡ് putting yourself out there. So, people suddenly, even when you do something lighter, because they haven't seen that side of you, they somehow can't picture you as that person. But people who meet me face to face have a very different picture of me. There are people who have asked me, like, people are so scared of me, dude. Like ഇവര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കൈയൊക്കെ പറയുമ്പോൾ ഞാൻ ഐ യു ഓക്കെ, ഹാവ് യു ഹാഡ് ഫുഡ്? മാം ഞാൻ ഭയങ്കര നെർവസ് ആണ്. അപ്പോൾ ഞാൻ എന്താ അല്ല എനിക്ക് ഭയങ്കര പേടിയാണ്. I'm like, God, why are you scared of me? That is the opposite of what I want people to feel about me. But yeah, I think, being this, that's the only way, like when you're strong and opinionated and all of that, somehow people associate that to some kind of power and some kind of fear factor. Is that how, I think it's generally how the world works. And ചോദിക്കാൻ കാരണം റിമക്ക് ഒരു പൈങ്കിളി പ്രേമം ചെയ്യണമെന്ന് ആഗ്രഹം. എനിക്ക് ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല അത്യാവശ്യം നല്ല പൈങ്കിളിയാണ് ഞാൻ. അത് പക്ഷെ നമുക്കിതിപ്പോൾ എപ്പോഴും പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ഇതൊന്നും. ഭയങ്കര പൈങ്കിളിയാണ് ഞാൻ. അപ്പോൾ so that's the thing, you have so many facets in you as a person, and you're put in a box and you're like, okay, activist, that's it എന്ന് പറഞ്ഞ ബോക്സ് മാറ്റി വയ്ക്കുമ്പോൾ you feel so like, oh, ബാക്കിയുള്ളതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കും, കളയും എന്നുള്ളതൊരു. ഈ ആക്ടിവിസ്റ്റ് ടാഗ് അപ്പൊ ശരിക്കും ഒരു ഭാരം തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് ഭാരമല്ല, ഞാൻ അതുമാണ്. അപ്പൊ അല്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ അത് മാത്രമല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഒരിക്കലും എനിക്കൊരു ഭാരമായിട്ട് ഞാൻ പറയില്ല. I'm being very honest when I say no regrets. In spite of, I have gone through a lot of hardships because of this. I have felt very lonely. I've gone through all of those emotions. ഞാൻ അതിന് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ ഇതിനൊരു ഭാരമായിട്ടല്ല പക്ഷെ ഞാൻ അതിനെ കാണുന്നത്. ഞാൻ അതും കൂടെയാണ്, അതിലെനിക്ക് ഒരു ഡൗട്ടുമില്ല. I want to say that, there is something wrong here. I would want things to be better. I dream of that. If that makes me an activist, I am an activist. Yes. റീമ തന്നെ ഒരു കോൺവെർസേഷനിൽ പറയണ്ടായി, എനിക്ക് ഡയറക്റ്റ് ചെയ്യണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ബിക്കോസ് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അത് 100% ഞാൻ ഈ പിന്നിൽ നിൽക്കുന്ന ഈ ക്രിയേഷൻ സ്പേസിൽ, പ്രീ പ്രൊഡക്ഷനിൽ നടക്കുന്ന സ്പേസിൽ സ്ത്രീകൾ വരുന്നതിൽ ഭയങ്കര ഡിഫറൻസ് സിനിമയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി റൈറ്റിംഗ്, ഫോർ അസ് ടു, നമ്മുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് നമ്മൾ എഴുതുന്ന കഥകൾക്ക് ഉണ്ടാവുന്ന, അതുകൊണ്ടാണല്ലോ when men write about men, like men immediately connect to it, right? Like that flow of energy happens because of a reason. അതുപോലെ തന്നെയാണ് നമ്മുടെയും കാര്യങ്ങൾ. ഇപ്പോൾ ശാന്തി വരുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചും അതാണല്ലോ, when she comes into the picture. അപ്പം അതിപ്പോൾ മിത്രല്, ഇപ്പോൾ രേവതി ചേച്ചിയും എല്ലാവരും കൂടെ ചെയ്യും. ഇപ്പം രതീന ചെയ്യുമ്പോൾ പുഴുവിൽ പാർവതിയുടെ ക്യാരക്ടറിന് വരുന്ന ലെയേഴ്സിൽ രതീനയ്ക്ക് വലിയൊരു പങ്കുണ്ടല്ലോ. അപ്പം അത് അങ്ങനെ ബിഹൈൻഡ് ദ സീൻസിൽ സ്ത്രീകൾ വരുന്നത് is really going to shake things up in a very good way എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. And I am really hoping to see more women there. And I'm really hoping to see people trusting those women. അവിടെ പെൺകുട്ടികൾ ഇല്ലാത്തതല്ല പ്രശ്നം, ആ പെൺകുട്ടികളിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് ചേഞ്ച് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Yes. Writing, and I would definitely want to direct. Considering I've come this close to this medium and the magic that it can create, I'm really hoping to dabble in it, yes. But imposter syndrome ഒരു പ്രശ്നമാണ്. എങ്ങനെയാ അതിനെ ഓവർകം ചെയ്യാ? ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഇവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓക്കെ കീ കൊടുത്തു വിടും എന്നെ കുറച്ച് ദിവസം. But it's something that I really want to do, so I'm working towards it, yes. Earlier when you were choosing your career as movies, were your surroundings supportive of it? ആക്ച്വലി ഞാൻ ഡാൻസർ ആവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആ ഫൈറ്റ് കഴിഞ്ഞു.
My dad was, they were really worried for me. And അപ്പം തന്നെ ഞാൻ ഈ then they, because when I got into dancing, I really like, you know, did well there. So ഇവർക്ക് മനസ്സിലായി ഞാൻ 4 കാലമേ വീഴും എവിടെ പോയാലും. ആൻഡ് ദാറ്റ് ട്രസ്റ്റ്, നോ, ഐ തിങ്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. നമ്മുടെ പാരൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭയങ്കര ഒരു വാലിഡേഷൻ ആണല്ലോ. ബിക്കോസ് ദേ നോ അസ് ആൻഡ് ദേ നോ വാട്ട് വി ആർ കേപ്പബിൾ ഓഫ്, ആൻഡ് സോ ദേ ട്രസ്റ്റിംഗ് യു വിത്ത് യുവർ ലൈഫ് ആൻഡ് ദെയർ ലൈഫ്സ് ഇൻ വൺ വേ. അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ മൈ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോൺട്രവേഴ്സീസ് ഒക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വളരെയധികം ഒരു ബാഡ് നെയിം കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ബിക്കോസ് അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിലും വേഴ്സ് ആയിട്ട് മറ്റു പല ഇൻഡസ്ട്രീസിലും നടക്കുന്ന കാര്യമാണ്. ഇത് മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന യുണീക്ക് കാര്യങ്ങളൊന്നും അല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് അങ്ങനെ പറയുന്നവരോട് ഐ മീൻ വാട്ട്സ് യുവർ ആൻസർ? അതിപ്പോ നിപ്പ വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ അവിടെ മാത്രമാണോ കോവിഡ് വന്നത്? അല്ലല്ലോ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് വി ആർ എ മച്ച് മോർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഫോർവേഡ് തിങ്കിങ് സൊസൈറ്റി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതൊന്നും മനസ്സിലാക്കാനൊന്നും ആർക്കും ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടല്ല. എവറിത്തിങ് ഇസ് അണ്ടർസ്റ്റുഡ്. Where do we go from here? അത് മാത്രമേ ഇനി ചോദ്യമുള്ളൂ. ഈ മലയാള ഇൻഡസ്ട്രി ബിഫോർ ഹേമ കമ്മിറ്റി, ആഫ്റ്റർ ഹേമ കമ്മിറ്റി അങ്ങനെ ആയിരിക്കും ഒരു ഡിസ്കഷൻ ഉണ്ട്, തോന്നിയിട്ടുണ്ടോ? ഒരു ഡെഫിനറ്റീവ് ലൈക്ക് സി ദർ ഇസ് എൻ IC ടുഡേ. ഇനി അത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി. ദർ ഇസ് എൻ IC ഓൺ എവറി സെറ്റ്, which means that if you want to complain or if you have a problem, you have somewhere to go and register your complaint. ഇന്ന് വരെ അത് ഉണ്ടായിരുന്നില്ല. We don't know where to go. How many of us can go into a police station and file a complaint? Like, you know, and what is the outcome of that also? Like, and the kind of process that it entails. ഇതങ്ങനെയല്ലോ. ഇന്റേണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് യു ആർ ഹേർഡ് എന്നുള്ളൊരു സ്പേസിലെങ്കിലും അറ്റ്ലീസ്റ്റ് യുവർ പെയിൻ ഓർ യുവർ ഹേർട്ട് ഓർ വാട്ട് യു വെന്റ് ത്രൂ ഇസ് വാലിഡ് എന്നുള്ളൊരു സ്പേസിലേക്കെങ്കിലും അതൊരു ഡെഫിനറ്റീവ് ബിഫോർ ആഫ്റ്റർ അല്ലേ? എനിക്കാണത്. ബിക്കോസ് എനിക്കത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എനിക്കതൊരു ഡെഫിനറ്റീവ് ചേഞ്ച് ആണ്. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച ചേഞ്ച് ഇതാണോ? അല്ല. പക്ഷെ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചത് ലൈക്ക് ദർ വിൽ ബി എ ഹ്യൂജ് ഷിഫ്റ്റ് എന്നാണ്. ബട്ട് ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. ലൈക്ക് ദാറ്റ് ഈസ് എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാന്ന് തോന്നുന്നു എനിക്കത്. ബിക്കോസ് നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് സെഞ്ച്വറീസ് ഓഫ് പേട്രിയാർക്കി ആൻഡ് സിസ്റ്റംസ് ആൻഡ് കണ്ടീഷനിങ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അത് ഞാൻ ഓവർനൈറ്റ് അത് ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ മണ്ടേ ചെയ്തുകൊണ്ടാവുന്നു. ഐ തിങ്ക് ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ് വിൽ ബി ഗ്രാജുവൽ ബട്ട് ഇറ്റ് ഇസ് ഡെഫിനറ്റീവ് ആൻഡ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഹാപ്പനിങ്. അതിനുശേഷമായാലും വിൻസി അലോഷ്യസിനെ പോലുള്ള ആക്ടേഴ്സ് ഒക്കെ അവർ വന്ന് തുറന്നു പറഞ്ഞ അവരുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതിനെങ്ങനെ കാണുന്നത്? അതായത് ആർട്ടിസ്റ്റുകൾ തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാതെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. വിച്ച് ഇസ് ഗ്രേറ്റ്, റൈറ്റ്? ആൻഡ് ലുക്ക് ഹൗ എനിക്കത് എല്ലാം കഴിഞ്ഞിട്ട് വിൻസിയും ഷൈനും കൂടെ ഒരുമിച്ച് വന്നിരുന്നു. സി ദാറ്റ് ഇസ് റെസൊല്യൂഷൻ, റൈറ്റ്? ലൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. The perpetrator, the person who's at fault realizes that something is at fault. They have some kind of a communication and there's some kind of a semblance of justice. Maybe അതാണോ ജസ്റ്റിസ് എന്ന് എനിക്കറിയില്ല. അത് ഡിഫൈൻ ചെയ്യാൻ ഞാൻ ആരുമല്ല, അത് വിൻസി ഡിഫൈൻ ചെയ്യണം. ബിക്കോസ് ഷീ വാസ് ദ വൺ ഹൂ വാസ് ഹേർട്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തീരുമാനിക്കും എന്താണ് എനിക്ക് വേണ്ട ജസ്റ്റിസ് എന്ന്. അല്ലാതൊരു there is a general sense of justice that is being served എന്നുള്ളത് is huge for me. And I thought that it was very mature and it was so graceful how they came together in the end. And like, you know, whatever happened, I know Shine also went through a lot of issues with his dad and, you know, passing away. But I think, you know, life has its own way of kind of bringing us all down to a common space.
അമ്മ അസോസിയേഷനിലാണെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചു. കുറേ നാളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു പബ്ലിക്കിന്റെ സൈഡിൽ നിന്നും ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നിന്നും അവരുടെ ഒരു വിമൻ ലീഡർഷിപ്പ് വരണം എന്നുള്ളത്. അതിപ്പോ സംഭവിച്ചു. ഇനി എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അമ്മ പോലൊരു സംഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ അവർ തന്നെ പറയുന്നു. എന്തായിരിക്കും ഇതിൽ നിങ്ങളൊരു എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ തന്നെ ഈ ലോകം മൊത്തം മാറും, അല്ലെങ്കിൽ ഇവിടെ മൊത്തം എല്ലാം അങ്ങനെ ഞാൻ ഐ തിങ്ക് ഐ ജസ്റ്റ് ലേൺ ടു മാനേജ് മൈ എക്സ്പെക്ടേഷൻസ് നൗ. ബട്ട് ഐ എം സെയിങ്, നമ്മൾ ഇത്രയും കാലം നമ്മൾ സിനിമകൾ കാണുന്നു, നമ്മൾ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് കാണുന്നു, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ബീൻ മെയിൽ. ഇത് തന്നെ നമ്മൾ ഫീമെയിൽ സൈഡിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പുതുമ തോന്നുന്നില്ലേ? ആ പുതുമ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് when you're looking at a problem, you're looking at it from another lens. At least you're looking at it from another lens, which has never happened before. Okay, let's start there. Let's start somewhere. എനിക്ക് മതി, എനിക്ക് സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ. So let's see. I'm very hopeful. I love Shweta. She's one mad woman, you know. And it takes mad, like, you know, women like her to do something different also. So yeah, I'm really looking forward to what she'll do. അഞ്ജലി മേനന്റെ കൂടെ മാത്രമല്ലേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഫീമെയിൽ ഡയറക്ടർ? I did a short film two short films actually in Hindi with two female directors. One was Megha, ഞങ്ങള് ലലന സോങ് ഞാനും പാർവതിയും അഭിനയിച്ച അതിൽ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ മൂവി. ആൻഡ് ഐ ഡിഡ് സണ്ണി സൈഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദാറ്റ് വാസ് പാർട്ട് ഓഫ് ആൻ ആന്തോളജി വിച്ച് വാസ് ഷോട്ട് ഡ്യൂറിങ് കോവിഡ്. അത് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗുനീത് മോങ്ക, സിക്കേഡ്. So they were both women, full women, like a lot of women crew members. ഭയങ്കര രസമായിരുന്നു രണ്ടും. ആൻഡ് ദെൻ ഇവിടെ ആക്ച്വലി യെസ്, ഓൺലി അഞ്ജലി, യെസ്. How different is it, female director and male director? Especially because it was about sisterhood. അതുകൊണ്ട് കേട്ടോ, because the subject was also sisterhood. I think almost 15 crew members, like including department heads, were women. Appo you just, it's just the energy of the place changes, like, you know. But 100% men ആണ് അതിന് നടുക്ക് നിന്ന് പെർഫോം ചെയ്യുന്നതും. കുറേ സ്ത്രീകളും കുറേ രണ്ട് എനർജി മിക്സ് ചെയ്ത് നിന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും വേൾഡ് ഓഫ് ഡിഫറൻസ്. Like, it's just so much more relaxed. I don't know how to explain it. It's just so much more relaxed. ഫീമെയിൽ എനർജി മാത്രമുള്ള സ്പേസ് അല്ല, ഫീമെയിൽ എനർജിയും കൂടെ വരുന്ന സ്പേസിൽ, ഫീമെയിൽ എനർജി മാത്രമുള്ള സ്പേസിൽ വി ആർ സൂപ്പർ ചിൽഡ് ഔട്ട്. പിന്നെ അതൊരു റിലാക്സ്ഡ്, പിന്നെ അവിടെ അത് വേറെ തരം റിലാക്സേഷൻ. ഐ തിങ്ക് ഇവൻ മെൻ ഗോ ത്രൂ ദാറ്റ്, നോ, ലൈക്ക് വെൻ ഇറ്റ്സ് ജസ്റ്റ് മെൻ ജാമിങ്, they have, അല്ല, you feel very relaxed, right? The minute women come, you are all like, okay, അല്ലേ? That's the same thing with us, you know. So it's just a kind of connection we have that kind of bonds all of us in another very different way, അല്ലേ? We kind of know when there are women there. സിനിമ പ്രൊഡക്ഷനിലേക്ക് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ടോ? പ്രൊഡക്ഷനിലേക്ക് ഇപ്പോൾ തിയേറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ജന ഫിലിംസ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ കപ്പിൾ, പക്ഷെ അഞ്ജന is taking the lead on which kind of projects they want to do and all of that. പ്രൊഡക്ഷൻ ഇൻ ദ സെൻസ് ടെക്നിക്കൽ സൈഡിലും കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും. സ്പെസിഫിക്കലി ബിക്കോസ് ഇപ്പം ഞാൻ പോലും ഉണ്ടല്ലോ, എനിക്ക് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എനിക്കും ഇപ്പോഴും ഒരു പ്രശ്നമാണ്, ലൈക്ക്, യുനോ. അപ്പോൾ സംഹൗ ഐ തിങ്ക് ആ ഒരു മോൾഡ് ബ്രേക്ക് ചെയ്ത് വരുന്നതും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ലോകേര കളറിസ്റ്റ് ഇസ് എ ഫീമെയിൽ, ആൻഡ് നിമീഷ് വാസ് ടെലിംഗ് മീ ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ് ടു വർക്ക് വിത്ത് ഹെർ. അപ്പോൾ ലൈക്ക് ആ സ്പേസിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത്, കളറിസ്റ്റ് സ്പേസിൽ. I was also talking to her. So ഇവിടെ ഉണ്ട് ഇപ്പോൾ. So, you know, she's a potential collaborator, right? Like, നമുക്കും പോയി ഡിസ്കസ് ചെയ്യാനും ഈ പറയുന്ന പോലെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണല്ലോ നമ്മൾ പോകുന്നതെന്നുള്ള ആ ഒരു ധൈര്യവും, ഒരു നോ ഗാർഡ്സ് അപ്പ്, അങ്ങനത്തെ സേഫ് സ്പേസസിൽ വർക്ക് ചെയ്യാൻ നമുക്കും. യു ഓൾസോ കം അപ്പ് വിത്ത്, യു നോ, എ ബെറ്റർ മൈൻഡ് സ്പേസ് ടു
perform from, work from, right? So important to have that kind of a coming together. So I'm really hoping നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുംന്ന്. And I think ഇന്നത്തെ കാലത്ത് ഈ ജനറേഷൻ I think is so much more cooler about it. Like I see so many girls with cameras, so many photographers. Like, you know, technical എന്ന് പറയുമ്പോൾ it doesn't, you know, scare them as much as it scared me, I think. And I'm really hoping so. Like cutting back 2012 22 FK റിലീസ് ആയ സമയത്ത് അന്ന് റിമേനെ ചുറ്റി ഈ ഒരു ടാഗ്, ആക്ടിവിസ്റ്റ് ടാഗോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് ബാരിയർ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് ആ സിനിമ വന്നിട്ട് ആ സിനിമ റിലീസ് ആയി ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് മേജർ ഇമ്പാക്ട് ആളുകളുടെ ഇടയിൽ. What are your memories of that film? അന്ന് ഫെമിനിസ്റ്റ് ടാഗാണ് കിട്ടിയത് എനിക്ക്. എല്ലാത്തിനും ഓരോ ടാഗ് വെച്ച് കിട്ടും. അന്ന് സഡൻലി യുനോ ഐ ബിക്കേം ലൈക്ക് യുനോ ഐ തിങ്ക് men started hating me, dude. Like after that on 22 FK കഴിഞ്ഞിട്ട് like in the sense അത് ആ ഫിലിമിന്റെ ഇമ്പാക്റ്റ് ആണ്, എന്നെ അല്ലല്ലോ, ആ ക്യാരക്ടറിനെ ആയിരിക്കും അവർക്ക്, you know, they must have felt. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫെമിനിസ്റ്റ് ടാഗ് എനിക്ക് അതോടുകൂടി കിട്ടിയായിരുന്നു. അപ്പം അതും ദാറ്റ് വാസ് ഓൾസോ എ വെരി ന്യൂ കോൺസെപ്റ്റ് റൈറ്റ് അറ്റ് ദാറ്റ് ടൈം. സോ അതിൻ്റെ ഐ തിങ്ക് ഐ ബെയർ ക്വൈറ്റ് എ ലോട്ട് ഓഫ് ബ്രണ്ട് അവിടെ ആ സമയത്തും എനിക്ക് നല്ല. ബട്ട് ദെൻ യു നോ അഗൈൻ ഐ കുഡ് സ്റ്റാർട്ട് എ ഡയലോഗ് അറൗണ്ട് ഇറ്റ്. I very strongly believed in it also. അപ്പോൾ I was also figuring out a language to express what I want to tell. അപ്പോഴാണ് ആ ടെഡ് ടോക്ക് സംഭവിക്കുന്നതും അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ആ ടെഡ് ടോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ I got branded. Of course I did get branded, but I think it's a very good brand. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ ആക്ടിവിസ്റ്റ് ആണെങ്കിലും ഫെമിനിസ്റ്റ് ആണെങ്കിലും ദീസ് ആർ ബ്രാൻഡ്സ് ദാറ്റ് I don't mind getting tagged along with. So it was nice. റിമയുടെ ചില റോൾസ് ഭയങ്കര കൺവെൻഷണൽ ആയിട്ടുള്ള റോൾസും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓഗസ്റ്റ് ക്ലബ് ആണെങ്കിലും 7 സുന്ദര രാത്രികൾ, നിദ്രയും പക്ഷെ നിദ്രയിൽ അറ്റ്ലീസ്റ്റ് ഷീ ഡസ് ഹാവ് ടേക്ക് അപ്പ് ദിസ് ഏജൻസി ഇൻ ദ എൻഡ്. ഹാപ്പി ഹസ്ബൻഡ്സ് I played the vamp and all. Like it's totally opposite to what you are. I am. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ ശരിക്കും. These are women you see around you and they exist, you know. അപ്പോൾ അതിനൊരു റീസണിങ് ഉണ്ടാക്കുന്നതും ആ ക്യാരക്ടറിനെ നമ്മൾ വി ഫൈൻഡ് എ വേ ടു എന്താ പറയുക ജസ്റ്റിഫൈ ഹെർ ആക്ഷൻസ്. Where I have to forget who I am, and you know, you have to align yourself with a completely different set of beliefs and how they would have lived, why she is the way she is. Our process is bhayangara rasa, and I think it has really helped me understand people generally. Like now that you are into writing and direction, ഒരു popular misconception തന്നെ വേണമെങ്കിൽ പറയാം, like when women write or direct ഒരു ഭയങ്കര empowered female empowering subjects ആയിരിക്കും, ഭയങ്കര സീരിയസ് ആയിരിക്കും അങ്ങനെ. So what would you like to explore എഴുതുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോൾ എത്തരം സിനിമകൾ ചെയ്യാനായിരിക്കും താല്പര്യം? Like I said, like I really want to explore comedy writing. ബിക്കോസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടുമ്പോൾ സത്യം പറഞ്ഞാൽ വളിപ്പടിയും ലൈക്ക് യുനോ ദർ ഇസ് ദറ്റ് സൈഡ് ടു വിമൻ വിച്ച് ഐ റിയലി വാണ്ട് ടു ബി ഷോൺ in all its glory and chaos, you know. I really want to do that. And I also want to really explore romance from a very different, like, you know, ഈ ഭയങ്കര ഫെമിനൈൻ ഒരു സ്പേസ്. ഐ തിങ്ക് ഇറ്റ് ഹസ് ബീൻ സ്റ്റീരിയോടൈപ്ഡ് ഇൻ ടു ദിസ് വൺ മോൾഡ്. നമ്മുടെ പ്രേമങ്ങൾ അതിനും വേറൊരു ഭയങ്കര അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ട് എംപവർമെന്റ് ഒക്കെ അത്യാവശ്യത്തിനായി. അതെ. God. നമുക്കിനി സോഫ്റ്റർ സൈഡ് പിടിക്കാം കുറച്ച് ഡാർക്ക് ആയിക്കോട്ടെ. അയ്യോ ഡാർക്ക് ഇതേ വരുന്നു. ഓക്കെ. അല്ല ഇപ്പൊ ഒരു തോട്ട് വന്നതാ. ലൈക്ക് യു കുറച്ച് മുന്നേ ഇപ്പോൾ യു വാസ് ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ ലൈറ്റ് സെറ്റ്സ് ഒക്കെ ആകുമ്പോൾ അവിടെ എനർജി കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. മെയിൽ ലൈറ്റ് സെറ്റ്സ് ആകുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ഒരു ഇൻ ബാക്ക് സ്റ്റേജ് you both are dancers, getting ready.
അവിടെ കാണിക്കുന്ന vulnerability is different from the one in theatre. It is very different. Theatre very there are also scenes where you're nude, you're like Yeah. getting undressed, say that. But angane backstage where it could have been so obvious that okay you are Changing. പക്ഷെ അത് അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അതൊരു do you feel like അത് because the മെയിൽ കേസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു മെയിലിലെ ഒരു ഇതായതുകൊണ്ട് അവിടെ ഒരു അതിന്റെ പക്ഷെ അതൊരു ഡയറക്ടറിന്റെ വിഷനും കൂടിയാണ്. ഐ മീൻ ഒരു ഇന്റിമേറ്റ്, ഇഫ് ഐ വാസ് എ ഡയറക്ടർ ലൈക്ക് വെരി ഫീമെയിൽ ഇതിൽ തന്നെ ലൈക്ക് ഐ വുഡ് വോണ്ട് ടു ഷൂട്ട് എ വെരി നൈസ് ഇന്റിമേറ്റ് മൊമെന്റ്. ആ ഗേസ് ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു സീ how I would see that. അത് ഈ ഡ്രസ്സ് മാറുന്നതും ഇതും ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് എ കമ്പാരിസൺ. ലൈക്ക് ഐ തിങ്ക് Anjali has shot beautiful intimate scenes. പക്ഷെ ഇവിടെ I think it required a certain kind of her mother seeing it, and also she being this woman who lives in the midst of isolation and tradition. We needed a visual that strongly was contrasting to that image that we are building up എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ ആ വിഷ്വലിനെ ഞാൻ അത്രേ അതിനെ കണ്ടിട്ടുള്ളൂ. ആസ് എൻ ഓഡിയൻസ് എനിക്കത് എങ്ങനെയാണ് മനസ്സിലായത് വെൻ ഐ വാസ് പെർഫോമിങ്, ദാറ്റ് ഇസ് ഹൗ ഐ എം സീയിങ് ഇറ്റ്. അതിലും കൂടുതൽ ഐ ഡിഡ്ന്റ് റീഡ് ഇൻ ടു ഇറ്റ്, ബട്ട് ആസ് എൻ ഓഡിയൻസ് ബിക്കോസ് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെയാണല്ലോ നിങ്ങൾ കാണുന്നത്. സോ ഇഫ് യു ഫെൽറ്റ് ദാറ്റ്, യെസ്, ഇറ്റ്സ് വെരി വാലിഡ്. നമ്മൾ ഈ മെയിൽ ഗെയ്സിനെ പറ്റി ഇപ്പൊ ഈ ചോദിച്ചപ്പോൾ ഓർമ്മ, മെയിൽ ഗെയ്സിനെ പറ്റി പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫീമെയിൽ ഗെയ്സും ഒരു റിയാലിറ്റി തന്നെയല്ലേ? അതെ, ഡെഫിനറ്റ്ലി. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയേണ്ട കാര്യം ഇല്ല. We are also, and I'm saying we are also like we are primarily sexual beings. അത് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. That is the core of everything. Our existence to all our emotions stem from that carnal space only. അപ്പൊ അത് ഒരു എന്താ പറയാ, നമ്മൾ ഭയങ്കര നല്ല അവര് മാത്രം ഒരിക്കലും അല്ല. ഐ തിങ്ക് അങ്ങനെ ഒരിക്കലും ഇല്ല തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് വി ഓൾസോ ഹാവ് ആർ ഡാർക്ക്, വെരി വെരി ഇൻറ്റൻസ് വേറൊരു സൈഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഐം സെയിങ് ലെറ്റ്സ് എക്സ്പ്ലോർ ഇറ്റ്, ലെറ്റ് ഇറ്റ് ബി ഔട്ട് ദേർ, ലെറ്റ്സ് ആക്സെപ്റ്റ് ourselves ആസ് ദോസ് വിമൻ. എപ്പോഴും നമ്മളെ ഈ മറ്റേ പെഡസ്റ്റലൈസ് ചെയ്ത് കുലസ്ത്രീ, ഞാൻ ആ വാക്ക് പറയണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോ, I want to own all of it, എന്താ പറയാ, നമ്മുടെ മൈൻഡിൽ ആണെങ്കിൽ പോലും ഉണ്ടാവുന്ന ട്രാൻസ്ഗ്രഷൻസ്, I want to own all of it. അത് താങ്ങാൻ പുരുഷലോകം റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഞങ്ങൾ റെഡിയാണ്. Actually, I think we have always been at the cusp of, like telling the world that this is who we are. Actually, we are actually telling them also. വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് they need to be receptive of it എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. Like I really do maintain that. I think women, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരു ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്പേസ് ആവുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ് ഹൗ വിമൻ ഹാവ് കം ഔട്ട് ആൻഡ് എക്സ്പ്രെസ്ഡ് ദെംസെൽവ്സ്. എത്ര ട്രോളിയാലും ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾ മുന്നോട്ട് വന്നത് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ്. സോ ഇനി അതിൻ്റെ എന്ത് നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഈ പോസിറ്റീവ് സൈഡിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നു തോന്നുന്നു എനിക്ക്. ദാറ്റ് ഹാസ് ലൈക്ക് ഓപ്പൺഡ് വിമൻ ഔട്ട്. And men too, but men already had avenues. I think women suddenly found this space from which they can communicate, tell the world that this is who I am. It's been wonderful to see some jala reel okke kanda. I'm like, wow, some women are so cool. Like some women alla, I'm saying, some reels are madhimol na ariyo ningalkokke.
എനിക്ക് അവരെ എന്തൊരു ഇഷ്ടം അറിയോ, ലൈക്ക് she's so unapologetic like that. No, you don't like her? Being herself. I know. I really like, she doesn't care for the world. She's like, this is who I am. You have a problem, don't watch my videos. എന്താ നിങ്ങൾ എല്ലാവരും നല്ല പോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും. യെസ്, വൈ നോട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ. ലൈക്ക് ഐ എം സേയിങ്, you know, she's just one of the examples, but there's so many women, they're shooting with their phones and they're, you know, they're doing such interesting videos. എന്തൊരു രസം, I mean, അവരല്ല എന്തൊരു സ്പേസ് ആണത്. I am very, very happy that this is the kind of space I'm living in nowadays. There's so many just changing, and you know, we are all at the center of it. Nice.